പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് തിരികെ താഴേക്കിറങ്ങി വരുമ്പോൾ ശ്രീനന്ദയ്ക്ക് അതിർവിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയില്ല. അവളുടെ കൈകൾ അറിയാതെ കഴുത്തിടുക്കിലേക്ക് നീണ്ടു. അവന്റെ നാവിന്റെ ചൂട് ഇപ്പോഴും അവിടെ തങ്ങി നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അടിമുടി പൂത്തൊലിഞ്ഞാണ് പെണ്ണ് മുറിയിലേക്ക് കയറിപ്പോയത്. വാതിൽ ചേർത്തടച്ച് ലോക്ക് ചെയ്ത ശേഷം അല്പം മുമ്പ് കഴിഞ്ഞുപോയ രംഗങ്ങൾ വീണ്ടും ഓർത്തെടുക്കാൻ ശ്രമിച്ചു ശ്രീനന്ദ. ഉള്ളംകാലിൽ നിന്നൊരു തരിപ്പ് അത് ഉച്ചി വരെ വന്ന് നിന്നതുപോലെ തോന്നി പെണ്ണിന്. യാന്ത്രികമായിട്ടായിരുന്നു അവൾ ഓരോ കാര്യങ്ങൾ ചെയ്തത്. വാർഡ്രോബിൽ നിന്നും കുളിച്ചു മാറാനുള്ള വസ്ത്രങ്ങളെടുത്ത് ബാത്റൂമിലേക്ക് കയറിപ്പോയി. തണുത്ത വെള്ളം തലയിലൂടെ വീഴുമ്പോഴും അവളുടെ അതിരങ്ങളിൽ ഒരു പുഞ്ചിരി മായാതെ നിന്നു. മെല്ലെ വസ്ത്രമൊക്കെ മാറി അവൾ താഴേക്ക് നടന്നു. ലിവിംഗ് റൂമിൽ TV കണ്ടുകൊണ്ടിരിക്കുവാണ് ആര്യൻകുട്ടൻ. അവൾ കുറച്ചുനേരം അവന്റെ അടുത്ത് ചെന്നിരുന്നു. ശ്രീനന്ദ വന്നിരുന്നതും ആര്യൻകുട്ടൻ അവളുടെ മുടിയിൽ തലവെച്ചു കിടന്ന് TV കാണാൻ തുടങ്ങി. ആന്റി, മസാജ് ചെയ്യേ, പറയുന്നതോടൊപ്പം തന്നെ അവൻ അവളുടെ കൈയെടുത്ത് തന്റെ തലയിലേക്ക് വെച്ചു. ശ്രീനന്ദ വെറുതെ അവന്റെ മുടിയിഴകൾക്കിടയിലൂടി വിരലോട് ചങ്ങിനെയിരുന്നു. സുഖം പിടിച്ച് കാർട്ടൂൺ കാണുവാണ് ആര്യൻകുട്ടൻ. അപ്പോഴാണ് പുറത്തെവിടെയോ പോയ മാധവൻ അകത്തേക്ക് കയറി വന്നത്. അയാളുടെ കയ്യിൽ മുല്ലപ്പൂ ഉണ്ടായിരുന്നു. ആ സുഗന്ധം ശ്രീനന്ദയുടെ മൂക്കിൻ തുമ്പിലേക്ക് ഒഴുകിയെത്തി. നാളത്തെ ഓണം സെലിബ്രേഷന് വേണ്ടിയുള്ള പൂക്കൾ വാങ്ങാൻ പോയതാണ് അച്ഛൻ, അവൾ മനസ്സിൽ ഊഹിച്ചു. അതിർവ് എവിടെ മോളെ? മാധവൻ അവളോട് ചോദിച്ചു. ഏട്ടൻ മുറിയിലുണ്ടച്ചാ, വിളിക്കണോ? വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഇന്ദിരേ? ഇന്ദിരയെ വിളിച്ചുകൊണ്ട് മാധവൻ നേരെ അകത്തേക്ക് പോയപ്പോൾ ശ്രീനന്ദ വീണ്ടും ആ ഇരിപ്പിരുന്നു. അല്പസമയത്തിന് ശേഷം അതിർവ് താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടതും അവളുടെ നെഞ്ചു പടപടാന്ന് മിടിക്കാൻ തുടങ്ങി. അവൻ അവൾക്കരികിലേക്ക് വന്നിരുന്നു. ഒരു കൈയെടുത്ത് അവളുടെ തോളിലൂടെ ഇട്ടു. ശ്രീനന്ദയുടെ മിഴികൾ അറിയാതെ പിന്നോട്ടൊന്ന് നോക്കി. ഇന്ദിരയോ മാധവനോ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്നറിയുവാൻ. എന്തുപറ്റി നന്ദക്കുട്ടി? അതിർവ് ശബ്ദമടക്കി അവളുടെ കാതിൽ ചോദിച്ചതും ശ്രീനന്ദയ്ക്ക് കുളിർന്നു. ഏട്ടൻ ആഹാരം എടുക്കട്ടെ? അതും പറഞ്ഞുകൊണ്ടവൾ ധൃതിയിൽ പിടഞ്ഞെഴുന്നേക്കാൻ ശ്രമിച്ചതും അതിർവ് അവളെ പിടിച്ച് അവിടേക്ക് തന്നെ ഇരുത്തി. ആര്യൻകുട്ടൻ അപ്പോഴേക്കും എഴുന്നേറ്റിരുന്ന് TV കാണാൻ തുടങ്ങിയിരുന്നു. TV കണ്ടു തുടങ്ങിയ പിന്നെ ചെക്കന് ചുറ്റും നടക്കുന്നൊന്നും കാണില്ല. അതുതന്നെയാണ് അതിർവിന്റെ ധൈര്യവും. ഇന്നെന്താ ആർക്കും ഭക്ഷണമൊന്നും വേണ്ടേ? അതും ചോദിച്ചുകൊണ്ട് ഇന്ദിര പെട്ടെന്ന് അവിടേക്ക് വന്നു. ശ്രീനന്ദ അതിർവിൽ നിന്നും അല്പം നീങ്ങിയിരുന്നു. എന്നും കഴിക്കുന്ന നേരമായിട്ടും ഇന്ന് ആരെയും ഡൈനിങ് ഹാളിലേക്ക് കണ്ടില്ലല്ലോ. ദാ വരുന്നമ്മേ. ശ്രീനന്ദ തന്നെ ആദ്യം എഴുന്നേറ്റ് അവിടേക്ക് ചെന്നു. പിന്നാലെ അതിർവും ആര്യനും. നാളെ എപ്പോഴാമ്മേ അസോസിയേഷൻ പരിപാടി തുടങ്ങുന്നത്? തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു അതിർവ് അത് ചോദിച്ചത്. സാധാരണ അവൻ റെസിഡൻസിന്റെ പരിപാടികൾക്കൊന്നും പങ്കെടുക്കാറില്ല. എത്രയോ വർഷങ്ങളായിട്ട് റെസിഡൻസുകാർ ഇവിടെ ഓണപരിപാടിയും ക്രിസ്മസ് പരിപാടിയും ഒക്കെ നടത്തുന്നു. ഇന്നുവരെ ആ ഭാഗത്തേക്കൊന്നും വരാൻ പോലും താല്പര്യം കാണിക്കാത്തവനാണ് ഇപ്പൊ ആവേശത്തോടെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നത്. പെട്ടെന്ന് അതിർവത് ചോദിച്ചതും ഇന്ദിര വിശ്വാസം വരാത്തതുപോലെ അവന്റെ മുഖത്തേക്ക് നോക്കി. ആഹാ, നീ വരുന്നുണ്ടോ അതിർവ് നാളെ? ചുണ്ടിൽ ഊറിക്കൂടിയോ? പുഞ്ചിരി മറച്ചുകൊണ്ട് ഇന്ദിര ചോദിച്ചു. അതെന്താ എനിക്ക് വന്നാല്? തീർത്തും പരിക്കനായ അതിർവിന്റെ ശബ്ദം. ഇത്തവണ ഇത്ര വേണ്ടെന്ന് വെച്ചിട്ടും ഇന്ദിരയ്ക്ക് ചിരി പൊട്ടിയിരുന്നു. അതല്ല, ഇത്രയും നാൾ ഞങ്ങൾ വിളിച്ചപ്പോഴൊന്നും നീ വന്നിട്ടില്ലല്ലോ. പിന്നെന്താ ഇപ്പൊ ഒരു പ്രത്യേകത? അമ്മ തന്നെ കളിയാക്കുവാണെന്ന് അതിർവിന് മനസ്സിലായി. വിട്ടുകൊടുക്കാൻ ഭാവമില്ലാത്തതുപോലെ അവൻ ഇന്ദിരയുടെ മുഖത്തേക്ക് നോക്കി. ഇത്തവണ ഒരു പ്രത്യേകതയുണ്ടല്ലോ. എന്റെ ഭാര്യ തിരുവാതിര കളിക്കുന്നുണ്ട്. അത് കാണാൻ എന്തായാലും ഞാൻ വരും. അവൻ അങ്ങനെ പറയുമെന്ന് ശ്രീനന്ദയോ മാധവനോ ഇന്ദിരയോ ആരും പ്രതീക്ഷിച്ചതായിരുന്നില്ല. അപ്പൊ ഇത്രയും നാൾ ഞാൻ അവിടെ തിരുവാതിര കളിച്ചിട്ട് നീ ആ ഭാഗത്തേക്കൊന്നും വന്നില്ലല്ലോ. അതിനെന്താ, അമ്മയുടെ ഭർത്താവ് വരാറില്ലേ? എടുത്തടിച്ചതുപോലെ അതിർവ് മറുപടി പറഞ്ഞതും ഇന്ദിരയ്ക്ക് ഉത്തരം മുട്ടിപ്പോയിരുന്നു. മാധവൻ അവരെ കള്ളച്ചിരിയോടെ നോക്കി. തനിക്കിതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? അയാൾ ചോദിച്ചതും ഇന്ദിര പരിഭവത്തോടെ മുഖം കോട്ടിക്കളഞ്ഞു. അച്ചമ്മേ, ഞാനും ഇന്നും അച്ചമ്മയുടെ കൂടി അകട്ടോ ഉറങ്ങുന്നത്. ആര്യൻകുട്ടൻ പറഞ്ഞു. പറ്റില്ല ആര്യ, ഇന്ന് നീ എന്റെ ഒപ്പം വന്നേ പറ്റൂ. എത്ര ദിവസമായി ഇത്? എപ്പോഴും അച്ചമ്മയുടെ കൂടെ കിടന്നാൽ ആന്റിക്ക് സങ്കടം വരും. ശ്രീനന്ദ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ചുണ്ടു പുലർത്തി പറഞ്ഞതും ആര്യൻകുട്ടൻ ഒരു നിമിഷം ഇന്ദിരയുടെയും മാധവന്റെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. പിന്നെ ശ്രീനന്ദയും. ആന്റി സങ്കടപ്പെടണ്ടാട്ടോ. എങ്കിൽ ഇന്ന് ആര്യൻകുട്ടൻ ആന്റിയുടെ കൂടെ വന്ന് കിടക്കും. അത് കേട്ടതും ശ്രീനന്ദയ്ക്ക് സന്തോഷമായി. ആഹാരമൊക്കെ കഴിച്ച ശേഷം അതിർവും ആര്യനും ശ്രീനന്ദയും ഒരുമിച്ചാണ് മുകളിലേക്ക് കയറിപ്പോയത്. ആര്യൻകുട്ടന് കഥകൾ പറഞ്ഞു കൊടുക്കുവാണ് അതിർവ്.
അത് കേട്ട് ഒരു സൈഡിലേക്ക് കിടക്കുന്നുണ്ട് ശ്രീനന്ദയും. ഇടയ്ക്കിടയ്ക്ക് ശ്രീനന്ദയുടെ വകയും സംശയങ്ങളുണ്ട്. അത് കേൾക്കെ അഥർവ് അവളെ കണ്ണുകൂർപ്പിച്ചൊന്ന് നോക്കും. അഥർവിന്റെ കഥകൾ മുഴുവൻ തട്ടിക്കൂട്ടി സ്റ്റോറികളാണേ. ആര്യൻകുട്ടൻ ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ അവനെ പറ്റിക്കാൻ എളുപ്പമാണ്. പക്ഷെ ശ്രീനന്ദ അങ്ങനെ അല്ലല്ലോ. ഒടുക്കം ദേഷ്യം വന്ന അഥർവ് ഞാൻ ഇനി കഥ പറയുന്നില്ലെന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടന്നതും ആര്യൻകുട്ടനും ശ്രീനന്ദയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. പിന്നെ രണ്ടുപേരും ചേർന്ന് അഥർവിന്റെ അടുത്തേക്ക് ചെന്ന് അവനെ ഇക്കിളിയിട്ട് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. ഒരു ചിരിയോടെ അഥർവ് എഴുന്നേറ്റ് കട്ടിലിരുന്നു. എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പൊ വേണ്ടത്? അച്ഛൻ സ്റ്റോറി പറയണം, ആര്യൻകുട്ടൻ പറഞ്ഞു. തനിക്കെന്താ വേണ്ടത്? അഥർവ് ശ്രീനന്ദയെ നോക്കി. ഇത്തവണ അവളുടെ മുഖത്തെ പരിങ്ങൽ വ്യക്തമാണ്. അത് എനിക്കും സ്റ്റോറി കേൾക്കണം, ചെറിയൊരു വിക്കലോടെ അവൾ പറഞ്ഞു. എങ്കിൽ പിന്നെ വാ, രണ്ടുപേരും എൻ്റെ രണ്ട് സൈഡിലായിട്ട് വന്ന് കിടക്ക്, ഞാൻ കഥ പറഞ്ഞു തരാം. അത് കേട്ടതും ഇത്തവണ ശ്രീനന്ദ അല്പം കൂടുതൽ പരിങ്ങി. അതൊന്നും വേണ്ട, അവിടെ ഇരുന്നങ്ങ് പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ കിടന്ന് കേട്ടോളാം. ഞാൻ സ്റ്റോറി പറയണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എൻ്റെ അപ്പുറവും ഇപ്പുറവും കിടക്കണം, എങ്കിലേ ഞാൻ പറയും. അഥർവ് വാശി പിടിച്ചു. ശ്രീനന്ദ അവനെ കണ്ണുകൂർപ്പിച്ച് നോക്കുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ അവനും അവളെ നോക്കി. ഒടുക്കം അഥർവിന്റെ വലത്തെ സൈഡിൽ ആര്യനും ഇടത്ത സൈഡിൽ ശ്രീനന്ദയും കിടന്നു. അവളുടെ ഒരു കൈ അഥർവിന്റെ നെഞ്ചിലാണ്. അവന്റെ ഹൃദയമിടിപ്പ് അവളുടെ വിരലുകൾക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അഥർവിന്റെ കഥ കേട്ട് ആദ്യം ഉറങ്ങിയത് ആര്യൻകുട്ടനാണ്, പിന്നെ ശ്രീനന്ദയും. ഇരുവരുടെയും നെറുകയിലൊന്ന് ചുംബിച്ചുകൊണ്ട് പതിയെ അവരെ രണ്ടുപേരെയും കൈകൾ കൊണ്ട് പൊതിഞ്ഞ് അഥർവ് ഉറങ്ങി. രാവിലെ റെസിഡൻസിന്റെ പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ ശ്രീനന്ദ നേരത്തെ ഉണർന്നു. 9 മണിയാകുമ്പോൾ പരിപാടി തുടങ്ങും. വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളാ. തിരുവാതിരയ്ക്ക് ആദ്യം തന്നെയുണ്ട്. പിന്നെ പൂക്കള മത്സരമായി ഉറിയടി, കണ്ണുപൊത്തിക്കളി, അങ്ങനെ നിരവധി പരിപാടികൾ. അയൺ ചെയ്തുകൊണ്ടുവന്ന സെറ്റുമുണ്ട് ഇന്ദിര ശ്രീനന്ദയുടെ സ്റ്റഡി റൂമിൽ വെച്ചു. ഒപ്പം കുറിച്ച് മുല്ലപ്പോവും. രാവിലെ മുഖമൊക്കെ ഒന്ന് കഴുകി ശ്രീനന്ദ നേരെ അടുക്കളയിലേക്ക് ചെന്നു. ഇന്ദിര അവിടെ കാര്യമായിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. അവർ കുളിച്ച് തലയിൽ തോർത്ത് ചുറ്റിക്കെട്ടി വെച്ചാണ് ജോലികൾ ഓരോന്നും ചെയ്യുന്നത്. ആഹാ, മോൾ എഴുന്നേറ്റോ? മോളുടെ സെറ്റും കൊണ്ടും മുല്ലപ്പൂവുമെല്ലാം അമ്മ റൂമിൽ കൊണ്ടൊന്നും വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അമ്മേ, എനിക്കതൊന്നും ഉടുക്കാനറിയില്ല. ഞാനിതിനു മുമ്പ് സെറ്റും കൊണ്ടൊന്നും തന്നെ ഉടുത്തിട്ടില്ല. അതിനെന്താ, അമ്മ വന്ന് സഹായിക്കാം. മോൾ ഒരുങ്ങിക്കഴിയുമ്പോൾ വിളിച്ചാൽ മതി, അപ്പോഴേക്കും അമ്മ വരാം. ശരി അമ്മേ. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇന്നിനി അടുക്കളയിൽ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഭവാനിയമ്മ ഉണ്ടല്ലോ, ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തോളാം. മോള് വേഗം ഫ്രഷ് ആയി വന്ന് ആഹാരം കഴിക്കുക. അതിനുശേഷം മോള് പോയി റെഡിയാവും. 9 മണിയാകുമ്പോൾ നമുക്കവിടെ എത്തണം. ശരിയമ്മേ. പറഞ്ഞുകൊണ്ട് ശ്രീനന്ദ മുകളിലേക്ക് ഫ്രഷായി വന്നു. മുകളിലേക്ക് പോയി ഫ്രഷായി വന്ന് ധൃതിയിൽ ആഹാരം കഴിച്ചു. അഥർവ് അപ്പോഴേക്കും ആര്യൻകുട്ടനെ എഴുന്നേൽപ്പിച്ച് ഫ്രഷാക്കി അവൻ ആഹാരമൊക്കെ കൊടുത്ത് ഡ്രസ്സ് ഇടിപ്പിച്ചു. ഇത്തവണ കുഞ്ഞിച്ചക്കന് ചെറിയൊരു ജുബയും മുണ്ടുമാണ് ഓണത്തിനിടാനായി വാങ്ങി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനു മാച്ചായിട്ടുള്ള ഒരു ജുബയും മുണ്ടുമാണ് അഥർവിന്റെ വേഷം. രണ്ടുപേരും കരിം വച്ച നിറത്തിലുള്ള ജുബയിലും മുണ്ടിലും അതീവ സുന്ദരന്മാരായിരുന്നു. ശ്രീനന്ദ അവരിരുവരും റെഡിയായി നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് റൂമിലേക്ക് റെഡിയാവാനായി കയറിപ്പോയത്. മുഖത്ത് നല്ല രീതിയിൽ മേക്കപ്പൊക്കെ ഇട്ട് കണ്ണിൽ കട്ടിക്ക് തന്നെ കരിയെഴുതി നെറ്റിയിൽ ഒരു ചുവന്ന വട്ടപ്പൊട്ട് ഒട്ടിച്ചു. ശേഷം സിന്ദൂര രേഖയിലും അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ സിന്ദൂരം ഇട്ടു. മുകളിലേക്ക് ശ്രീനന്ദയെ റെഡിയാക്കാനായി വന്ന ഇന്ദിരയുടെ കയ്യിൽ ഒരു ആമാടപ്പെട്ടി ഉണ്ടായിരുന്നു. അവരത് കട്ടിലേക്ക് തുറന്നു വെച്ചു. മോളെ, ഇതാ നോക്കിയേ, ഇതിൽ നിന്ന് എന്തായാലും ഒന്നെടുത്ത് കഴുത്തിലേക്ക് ഇട്ടേ. സെറ്റ് സാരിയൊക്കെ ഉടുപ്പിക്കോ. ഉടുക്കുമ്പോൾ ആഭരണങ്ങളൊക്കെ ഇട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ. വേണ്ടമ്മേ, എനിക്കതിനോടൊന്നും അത്ര താല്പര്യമില്ല. അതൊക്കെ ശരി തന്നെ, പക്ഷെ ഇന്ന് ഇതിൽ നിന്ന് എന്തെങ്കിലും ഇട്ടേ പറ്റൂ, അല്ലെങ്കിൽ അമ്മയ്ക്ക് സങ്കടാവൂട്ടോ. ഇന്ദിരയുടെ ആ വാക്കിൽ ശ്രീനന്ദ വീണു. അവൾ ആമാടപ്പെട്ടിയിൽ കണ്ട ഓരോ മാലകളും വളകളും കൗതുകത്തോടെയാണ് നോക്കുന്നത്. ഇത്രയും സ്വർണം ഒരുമിച്ച് സ്വർണ്ണക്കടകളിൽ മാത്രമേ അവൾ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ അമ്മയുടേതാണോ? ശ്രീനന്ദ ഇന്ദിരയോട് അത്ഭുതത്തോടെ ചോദിച്ചു. ഇതെല്ലാം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ വർഷം അഥർവിന്റെ അച്ഛൻ എനിക്ക് വേണ്ടി വാങ്ങിത്തന്നതാ, പലപ്പോഴായിട്ട്. പിന്നെ മാധവേട്ടന്റെ അമ്മയുടെ വക കുറച്ച് സ്വർണങ്ങളും ഉണ്ടിതിൽ. അതൊക്കെ നമ്മൾ തലമുറകളായി കൈമാറി വരുന്നതാ മോളെ. ഇനി ഞാൻ തരാൻ പോകുന്നത് ഇതൊക്കെ എൻ്റെ മോൾക്കാ. മോള് വേണം ഇതൊക്കെ സൂക്ഷിക്കാൻ. അയ്യോ, അതൊന്നും വേണ്ടമ്മേ. തൽക്കാലം ഞാനിതിൽ നിന്ന് എന്തെങ്കിലും എടുത്തിടാം. പക്ഷെ ഇതൊന്നും എനിക്ക് വേണ്ട. ഇത്രയും കൂടുതൽ സ്വർണ്ണമൊന്നും സൂക്ഷിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതൊക്കെ പറ്റും, മോളങ്ങ് സൂക്ഷിച്ചാൽ മതി.
തൽക്കാലം നമുക്കിത് ലോക്കറി വെക്കാം. എന്തെങ്കിലും ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉള്ളപ്പോൾ മാത്രം എടുത്താൽ മതി. ശരിയമ്മേ. ശ്രീനന്ദ ചിരിയോടെ നിന്നു. ഇന്ദിര അവളെ നല്ല ഭംഗിയായി തന്നെ സെറ്റും മുണ്ട് ഉടുപ്പിച്ചു. പിന്നെ താഴേക്കിട്ട് അവളുടെ മുടി നിറയെ മുല്ലപ്പൂവ് ചൂടിക്കൊടുത്തു. അതിർവണിയിച്ച നീളൻ താലിമാലയും അതുകൂടാതെ ഒരു പാലക്കമാലയും പിച്ചിമുട്ടിന്റെ നെക്ലേസും അവൾ ഇട്ടു. ഇരു കൈയിലും ഈ 2 വീതം ലക്ഷ്മി വളകൾ. കാതിൽ അത്യാവശ്യം നല്ലൊരു വലിയ ചിമുക്കി. കണ്ണാടി കണ്ട തന്റെ പ്രതിബിംബത്തെ കണ്ണെടുക്കാതെ നോക്കി നിന്ന് ശ്രീനന്ദ. അവളുടെ വെളുത്ത കഴുത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന സ്വർണത്തിന്റെ നെക്ലേസ് ഒരു വേള ആ പൊന്നിനും ശ്രീനന്ദയ്ക്കും ഒരേ നിറമാണെന്ന് ഇന്ദിരയ്ക്ക് തോന്നിപ്പോയി. തനിക്ക് ഇത്രയൊക്കെ ഭംഗിയുണ്ടായിരുന്നോ? ശ്രീനന്ദ സ്വയം അറിയാതെ ചോദിച്ചുപോയി. ഇന്ദിരയും അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. പതിവ് പോലെ അവളുടെ കണ്ണിൽ നിന്ന് അല്പം കരിയെടുത്ത് അവളുടെ കാതിന്റെ പിന്നിലേക്ക് തൊട്ടുവെച്ചു. എന്റെ കുട്ടിക്ക് കണ്ണ് തട്ടാതിരിക്കട്ടെ. മോള് പതിയെ താഴേക്ക് ഇറങ്ങി വാ കേട്ടോ. അമ്മേ, താഴേക്ക് ചെല്ലട്ടെ. അച്ഛൻ എന്തെങ്കിലും എടുത്തു കൊടുക്കണം. എന്നിട്ട് നമുക്ക് അധികം താമസിയാതെ ഇറങ്ങാം. അതും പറഞ്ഞുകൊണ്ട് ഇന്ദിര മുറിവിട്ടു പോയിട്ടും ശ്രീനന്ദ ഏറെ നേരം ആ കണ്ണാടി തെളിഞ്ഞു കണ്ട തന്റെ പ്രതിബിംബത്തിലേക്ക് തന്നെ നോക്കി നിന്നു. ശേഷം ഒരു സെൽഫി എടുത്ത് പാർവതിക്ക് അയച്ചു. ഫോട്ടോ ഓടി ചെന്നപാടെ പാർവതി ശ്രീനന്ദയെ വീഡിയോ കോൾ ചെയ്തു. എന്റെ ശ്രീ, അടിപൊളിയായിട്ടുണ്ടല്ലോ നീ. കണ്ടിട്ട് കല്യാണ പെണ്ണിനെ പോലെയുണ്ട്. പാർവതി ഒരു താളത്തിലത് പറഞ്ഞപ്പോ ശ്രീനന്ദയ്ക്ക് നാണം വന്നു പോയി. ഞാൻ അമ്മയോട് പറഞ്ഞതാ ഇത്രയും ഓർണമെന്റ്സിന്റെ ഒന്നും ആവശ്യമില്ലെന്ന്. അപ്പൊ അമ്മയാ പറഞ്ഞേ, വിവാഹം കഴിഞ്ഞ ശേഷമുള്ള ആദ്യത്തെ ഓണമല്ലേ, ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വേണം പുറത്തേക്ക് പോകാനെന്നൊക്കെ. ശ്രീനന്ദ നാണത്തോടെയാണ് പറയുന്നത്. അത് പറയുന്നതനുസരിച്ച് പെണ്ണിന്റെ മുഖം ചുവക്കുന്നുണ്ട്. പാർവതി അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നന്നായിട്ടുണ്ട്. പോയിട്ട് വാ കേട്ടോ. വന്നിട്ട് വിളിക്കണം. ഓണം സെലിബ്രേഷന്റെ വിശേഷങ്ങളൊക്കെ എനിക്കും കേൾക്കണം. പാർവതി പറഞ്ഞതും ചിരിയോടെ തന്നെ ശ്രീനന്ദ ഫോൺ വെച്ചു. പിന്നെ ഫോൺ മാത്രം കയ്യിലെടുത്തുകൊണ്ട് നേരെ താഴേക്ക് നടന്നു. താഴെ ഡൈനിങ് ഹാളിൽ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് അഥർവ്. അവന്റെ അടുത്ത് തന്നെ ആര്യൻകുട്ടനും ഉണ്ട്. താഴേക്ക് പടികളിറങ്ങി വരുന്നത് ആര്യൻകുട്ടനാണ് ആദ്യം കണ്ടത്. അവൻ കണ്ണുമിഴിച്ച് നോക്കി നിന്നുപോയി അവളെ. അച്ഛാ, ദേ ആന്റി. അഥർവിന്റെ കയ്യിൽ തട്ടി ആര്യൻകുട്ടൻ പറഞ്ഞതും ഒരു വേള അഥർവിന്റെ കണ്ണുകൾ ഫോണിൽ നിന്ന് ശ്രീനന്ദയ്ക്ക് നേർക്ക് നീണ്ടു. തരിപ്പ് ബാധിച്ചവനെ പോലെ അവൻ ആ നിൽപ്പ് നിന്നു. അവൾ അടുത്തേക്ക് വരുന്തോറും അവന്റെ ചുടികളിലും അതിനനുസരിച്ച് ഒരു പുഞ്ചിരി വിടർന്നു വന്നു. വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു തന്റെ പെണ്ണിനെ ആ നാടൻ വേഷത്തിൽ കാണാൻ. അഥർവ് മനസ്സിലോർത്തു. എങ്ങനെയുണ്ടേട്ടാ? ശ്രീനന്ദ അഥർവിനടുത്തേക്ക് വന്ന് ചോദിച്ചു. അവന്റെ കയ്യിൽ പെരുവിരലും ചൂണ്ടുവിരലും കൂട്ടിപ്പിടിച്ച് സൂപ്പർ നാങ്യം കാണിച്ചു. ശ്രീനന്ദ വീണ്ടും ചുവന്നു. വന്നേ, നമുക്കൊരു സെൽഫി എടുക്കാം. അതും പറഞ്ഞുകൊണ്ട് അഥർവ് ശ്രീനന്ദയെ തോളിലേക്ക് ചേർത്ത് നിർത്തി. ആര്യൻകുട്ടനെ ഒരു കയ്യിലെടുത്തുകൊണ്ട് സെൽഫി എടുത്തു. അവനതപ്പോൾ തന്നെ സ്റ്റാറ്റസായി ഇടുകയും ചെയ്തു. അഥർ, നമുക്കിറങ്ങാം. മാധവൻ അവിടേക്ക് വന്ന് ചോദിച്ചു. ശ്രീനന്ദയെ കണ്ടതും അയാളും ഒന്ന് ചിരിച്ചു. ആഹാ, മോൾ അടിപൊളിയായിട്ടുണ്ടല്ലോ. താങ്ക് യു അച്ഛ. പിന്നെ അധികം താമസിയാതെ തന്നെ അവരെല്ലാവരും അസോസിയേഷന്റെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ തയ്യാറായി ഇറങ്ങി. അവിടെ തന്നെയുള്ള ഒരു റിസോർട്ടിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. ഒരു ഫുൾ ഡേ ആ റിസോർട്ട് മൊത്തത്തിൽ ഹയർ ചെയ്തിരിക്കുകയാണ് അവരുടെ അസോസിയേഷൻ. അവിടെ നിന്ന് ഏകദേശം 15 മിനിറ്റ് യാത്രയുണ്ട് റിസോർട്ടിലേക്ക്. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ കേൾക്കാം ആളുകളുടെ ആർപ്പവിളികളും ആരവങ്ങളും. മൈക്കിൽ കൂടി ഓണപ്പാട്ടുകൾ ഒഴുകി എത്തുന്നുണ്ട്. ശ്രീനന്ദ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു റിസോർട്ടിലൊക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ അഥർവിന്റെ കൈകളെ അവൾ പിടിമുറുക്കി. അവന് മനസ്സിലായി അവളുടെ മനസ്സിലിപ്പോ എന്തായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ആ പിടിവിടാതെ അവൻ അവളെ കൂടുതൽ ചേർത്തു പിടിച്ചു. ഇന്ദിര പരിചയക്കാർക്കെല്ലാം ശ്രീനന്ദയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവരുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആരും അങ്ങനെ ശ്രീനന്ദയെ അധികം കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും അവളൊരു പുതുപ്പെണ്ണായിരുന്നു. ഓണപ്പരിപാടികളുടെ ഉദ്ഘാടനവും ഈശ്വര പ്രാർത്ഥനയും കഴിഞ്ഞ ശേഷമുള്ള ആദ്യത്തെ പ്രോഗ്രാം തിരുവാതിരയായിരുന്നു. മോളെ വാ, തിരുവാതിര തുടങ്ങാറായി. ഇന്ദിര ശ്രീനന്ദയുടെ അരികിലേക്ക് വന്നു പറഞ്ഞു. ശ്രീനന്ദ ഞെട്ടലോടെ അഥർവിനെ നോക്കി. അവൻ കണ്ണുകൊണ്ട് ധൈര്യമായി ഇരിക്കുമെന്ന് അവളോട് പറയാതെ പറഞ്ഞു. ഒന്ന് ശ്വാസമെടുത്ത് വിട്ടുകൊണ്ട് ശ്രീനന്ദ ഇന്ദിരയ്ക്കൊപ്പം അവിടേക്ക് പോയി. അവളുടെ തിരുവാതിര കാണാൻ കാണികൾക്കിടയിൽ ഏറ്റവും മുമ്പിൽ അഥർവുമുണ്ട്. അവൻ ഫോണെടുത്ത് വീഡിയോ ഓൺ ചെയ്തു. പാട്ട് പ്ലേ ചെയ്തതനുസരിച്ച് എല്ലാവരും ചുവടുവെച്ച് തുടങ്ങി. പക്ഷേ അഥർവിന്റെ കണ്ണുകളിൽ
ആ ഒരുവൾ മാത്രമായിരുന്നു. അവളുടെ മുഖത്തെ ചിരിയും മാറി മാറി വരുന്ന ഭാവങ്ങളും ചുവടുകളും അവനവളെ മാത്രമേ കണ്ടുള്ളൂ എന്ന് വേണം പറയാൻ. ഏകദേശം 10 മിനിറ്റോളം ഉണ്ടായിരുന്നു അവരുടെ തിരുവാതിര. തിരുവാതിര കഴിഞ്ഞ് അല്പം ക്ഷീണിതയായി ശ്രീനന്ദ അവന്റെ അരികിലേക്ക് ചെന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഏട്ടാ? സൂപ്പറായിരുന്നു കേട്ടോ. എന്റെ നന്ദ അല്ലെങ്കിൽ സൂപ്പറല്ലേ? അഥർവ് പറഞ്ഞപ്പോ ശ്രീനന്ദയ്ക്ക് ചിരി വന്നു. അവൻ കൈകൊണ്ട് തന്നെ അവളുടെ നെറ്റിയിലും നാസികത്തുമ്പിലും പറ്റിപ്പിടിച്ച വിയർപ്പ് കണങ്ങൾ തുടച്ചു മാറ്റി. ശ്രീനന്ദ വെപ്രാളത്തോടെ ചുറ്റും നോക്കി. താനിത് ആരെയാ നോക്കുന്നേ? ഏയ് അല്ല, ആര്യൻകുട്ടനെവിടെ? അവൾ പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ അഥർവിനോട് ചോദിച്ചു. അവൻ അച്ഛൻ്റെ കൂടെ അവിടെ എവിടെയോ ഉണ്ട്. പിന്നെ പൂക്കള മത്സരമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ദിര എല്ലാ മത്സരങ്ങൾക്കും ശ്രീനന്ദയെ നിർബന്ധിച്ചു കൊണ്ടുപോയി ചേർക്കും. അങ്ങനെ ഉച്ചയ്ക്ക് സദ്യയൊക്കെ കഴിച്ച ശേഷം അഥർവിന് ഇമ്പോർട്ടൻറ്റ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ വീട്ടിലേക്ക് പോയി. അസോസിയേഷനിൽ ഏകദേശം 200ഓളം കുടുംബങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ജനത്തിരക്കുണ്ടായിരുന്നു അവിടെ. പലരും ശ്രീനന്ദയെ ശ്രദ്ധിക്കുന്നുണ്ട്. അവളുടെ നിഷ്കളങ്കമായ നിൽപ്പും ചിരിയോടെയുള്ള സംസാരവുമെല്ലാം പെട്ടെന്ന് അവളിലേക്ക് എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ളതാണ്. ഇന്ദിരയും അവളും തമ്മിൽ നിരവധി മത്സരങ്ങൾക്കൊക്കെ ചേർന്ന് സമ്മാനങ്ങൾ വാരിക്കൂട്ടി. വൈകുന്നേരം ആകാറായപ്പോഴേക്കും ശ്രീനന്ദ നന്നേ ക്ഷീണിതയായിരുന്നു. അഥർവിനെ വിളിക്കട്ടെ മോളെ, നമുക്കെങ്കിൽ വീട്ടിൽ പോയാലോ? ഇന്ദിര വന്ന് ചോദിച്ചതും ശ്രീനന്ദ തലകുലുക്കി. വിളിച്ച അല്പസമയത്തിന് ശേഷം തന്നെ അഥർവ് അവിടേക്ക് വന്നു. അവൻ സാധാരണ വീട്ടിലൊക്കെ ധരിക്കുന്ന ഒരു ഡ്രസ്സാണ്. അവൻ വന്നതറിഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇന്ദിരയും ആര്യൻകുട്ടനും ശ്രീനന്ദയും കാറിനടുത്തേക്ക് ചെന്നു. മാധവനും അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് അയാൾ പിന്നെ എല്ലാം തീർന്നിട്ട് വന്നോളാന്ന് പറഞ്ഞു. ശ്രീനന്ദയുടെ വരവ് കണ്ടപ്പോൾ തന്നെ അഥർവിന് കാര്യം മനസ്സിലായി. അവൾ നല്ല ടയേർഡാണെന്ന്. വീട്ടിലേക്ക് വന്ന് കയറിയ പാടെ ശ്രീനന്ദ വസ്ത്രം മാറാൻ മുകളിലേക്ക് പോയി. ആര്യൻകുട്ടൻ ഇന്ദിരയോട് ഒന്നും രണ്ടും പറഞ്ഞു അവരുടെ റൂമിലേക്കും. ശ്രീനന്ദ റൂമിലേക്ക് കയറി വാതിലടിച്ച് അതേസമയം തന്നെ പിന്നാലെ ഡോർ തുറന്ന് അഥർവും കയറി. ഏട്ടനിത് എങ്ങോട്ടായി വരുന്നേ? ഞാൻ വെറുതെ, തനിക്കെന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ. അഥർവ് ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. തൽക്കാലം എനിക്ക് ഒരു ഹെൽപ്പും വേണ്ട, ഏട്ടൻ പോയാട്ടെ. അവൾ അവനെ നിർബന്ധിച്ച് പുറത്താക്കാൻ ശ്രമിച്ചതും അഥർവ് പോകാൻ കൂട്ടാക്കാതെ വാതിൽ ലോക്ക് ചെയ്ത് ബെഡിലേക്കിരുന്നു. ഇങ്ങ് വന്നേ, ചോദിക്കട്ടെ. അരികിൽ അല്പം മാറി നിന്ന ശ്രീനന്ദയെ പിടിച്ച് അവൻ തന്റെ മടിയിലേക്കിരുത്തി. പെണ്ണവന്റെ കൈകളിലിരുന്ന് പിടയ്ക്കുന്നുണ്ട്. അഥർവ് അവളെ തന്റെ ഉടലിനോട് ചേർത്ത് പിടിച്ചു. അഥർവിന്റെ കൈകൾ അറിയാതെ അവളുടെ വയറിലമർന്നു. പിന്നെ ആഗ്രഹിച്ചതെന്തോ കണ്ടുകിട്ടാൻ വേണ്ടി ആ വിരലുകൾ വയറിലാകമാനം പരതി നടന്ന് ഒടുവിലൊരു കുഞ്ഞു ചുഴിയിൽ അഭയം പ്രാപിച്ചു. ശ്രീനന്ദ ഒന്ന് ഏങ്ങി അഥർവിന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ അധരങ്ങൾ മെല്ലെ താഴ്ന്നു താഴ്ന്ന് ശ്രീനന്ദ ഇതിനോട് ചേർന്നു. അവളുടെ കണ്ണുകൾ അടഞ്ഞു. മെല്ലെ അവന്റെ അധരങ്ങൾ അവളുടെ ചുടികളെ നുണഞ്ഞു തുടങ്ങി. ശ്രീനന്ദ ഒന്ന് കുറുകിക്കൊണ്ട് അഥർവിന്റെ നെഞ്ചിലേക്ക് കൂടുതൽ പറ്റിച്ചേർന്നു. അവളുടെ ഉടലിലുള്ള അവന്റെ കൈകളുടെ മുറുക്കം കൂടിക്കൂടി വന്നു. ഇടയ്ക്കിടയ്ക്ക് ശ്രീനന്ദയിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന മൂളലുകൾ അഥർവിന്റെ രക്തത്തെ ചൂടുപിടിപ്പിച്ചു. പെട്ടെന്നാണ് മുറിയുടെ വാതിലിൽ ആരോ തട്ടിയത്. അച്ഛാ, അച്ഛാ, ഡോർ തുറന്നേ. ആര്യൻകുട്ടന്റെ സ്വരം കേട്ടതും ഇരുവരും പിടഞ്ഞു മാറി. ശ്രീനന്ദ പെട്ടെന്ന് തന്നെ വസ്ത്രമൊക്കെ നേരെ പിടിച്ചിട്ടു. അഥർവിന്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് വല്ലാത്ത വെപ്രാണം. അപ്പോഴേക്കും അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അഥർവ് പോയി വാതിൽ തുറന്നു. എന്താ ആര്യൻകുട്ടാ? ഏയ്, ഒന്നുമില്ല. ഞാൻ ആന്റിയെ വിളിക്കാൻ വന്നതാ. ആന്റി ഇതുവരെ ഡ്രസ്സ് മാറിയില്ല മോനെ. ആന്റി ഡ്രസ്സ് മാറിയിട്ട് വരും കേട്ടോ. ആര്യൻകുട്ടൻ താഴെ അച്ഛൻ്റെ കൂടെ വാ. അതും പറഞ്ഞ് ആര്യനെ കൈകളിലെടുത്ത് ശ്രീനന്ദയെ ഒന്ന് നോക്കിക്കൊണ്ട് അഥർവ് ആ കതക് പുറത്തുനിന്ന് അടച്ച് താഴേക്ക് നടന്നുപോയി. ശ്രീനന്ദ പെട്ടെന്ന് പോയി കതകിന്റെ കുറ്റിയിട്ട് അതിലേക്ക് ചേർന്ന് നിന്നു. അല്പം തെന്നി മാറിയ തന്റെ സാരിയും അവന്റെ വിരൽച്ചൂട് പതിഞ്ഞ പൂക്കൾ ചുഴിയും അറിയാതെ ശ്രീനന്ദയുടെ കൈകൾ വയറിലൊന്ന് തലോടി. പിന്നെ അല്പനേരം കണ്ണുകൾ ഇറുക്കിയടിച്ച് അഥർവ് പകർന്നു നൽകിയ സുഖത്തിൽ ചുണ്ടിൽ ഒളിപ്പിച്ച പുഞ്ചിരിയോടെ ഒരു നിൽപ്പ് നിന്നവൾ. ഈ കഥ എഴുതാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ടാണ് കേട്ടോ. ഒരു പുഴ പോലെ ഒഴുകട്ടെ അല്ലേ?